ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വളരെ രുചിയേറിയൊരു കാളനാണ്. ഇതിൽ പ്രധാനപ്പെട്ട ചില ടിപ്സും ട്രിക്സും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു പച്ചക്കായും ഒരു പഴുത്ത കായുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പച്ചക്കായ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ തൊലി നമുക്ക് ഉരിച്ച് കളയണം. ഇങ്ങനെ ഇതിൻ്റെ തൊലി പൊളിച്ചെടുത്ത് നമുക്ക് ഇത് മറ്റൊരു വിഭവങ്ങൾ പല വിഭവങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് അരിഞ്ഞിടണം. അത് തീരെ ചെറുതായിട്ടല്ല ഇടുന്നത്. അപ്പം ഇങ്ങനെ ഒന്ന് ചേന്തിയേക്ക് ഏത്തപ്പഴം, ഈ ഏത്തപ്പഴം ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് അതും ഈ അരിഞ്ഞതുപോലെ തന്നെ അരിയണം. നമുക്ക് നന്നായിട്ട് അലമ്പി കഴുകി വേറെ വെള്ളത്തിൽ കഴുകിക്കൊണ്ടുവരാം. ഒരു ഉരുളിയാണ് അടുപ്പ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്തിനാന്ന് ഞാൻ ഇത് ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. എൻ്റെ പച്ചമുളകിൽ നിന്ന് തന്നെ പറിച്ച പച്ചമുളകാണ്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. 15 പച്ചമുളകുണ്ട്. ഈ പച്ചമുളക് ആദ്യം ഒന്ന് പതുക്കെ വാടിയതിന് ശേഷം വേണം നമുക്ക് കായിട്ട് കൊടുക്കാൻ. വേണ്ടി ഞാൻ ഉണ്ടാക്കിയ തൈരാണ് ഇത്. രണ്ടും കൂടെ 1 ലിറ്റർ തൈരാണ്. അടിച്ചോണ്ട് വരാം ആദ്യം തന്നെ. പച്ചമുളകൊക്കെ പതുക്കെ വാടി. ഈ പച്ചമുളക് ഞാൻ കീറിയിട്ടില്ല കേട്ടോ. പച്ചമുളക് കീറാതെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കിയ പച്ചക്കായ ഇട്ട് കൊടുക്കാം. പഴുത്ത കായും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് നമുക്ക് മൂടി വെച്ച് വെള്ളം പറ്റുന്നോടം വരെ വേവിച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഈ കുരുമുളക് പറ്റി ഇതിൽ ഈ വെള്ളവുമായിട്ട് പറ്റി ചേരുമ്പം നല്ലൊരു മണവും എല്ലാം ഉണ്ടാകും. കണ്ടോ, നമ്മുടെ പച്ചമുളകൊക്കെ ചുങ്ങി വന്ന കണ്ടോ, വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. 1 പിടി കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അടിച്ചു വെച്ച തൈര്, ഇത് 1 ലിറ്റർ തൈരുണ്ട്. ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവൻ ഒഴിക്കുന്നില്ല കേട്ടോ. കുറച്ചെടുത്ത് വെക്കുക. കാരണം നമ്മുടെ തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാൻ പറ്റത്തില്ല. അതിനു വേണ്ടി നമുക്ക് പണ്ടൊക്കെ വെള്ളം തൊടാതെ കല്ലേൽ അരയ്ക്കണം എന്നാണ്. പക്ഷെ നമുക്കിപ്പോൾ അത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അല്പം മോര് തന്നെ ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. നമുക്ക് കൈവിടാതെ ഇളക്കണം. ഇതിനു വേണ്ടി ഞാൻ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ജീരകം ചേർത്തു. ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ തേങ്ങയിൽ നമുക്ക് വെള്ളം തൊട്ടരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അല്പം തൈര് ചേർത്താണ് ഞാൻ ഇത് അരയ്ക്കുന്നത്. നല്ല മഷി പോലെ തിളച്ചൊക്കെ തുടങ്ങി നന്നായി വെട്ടി തിളയ്ക്കണം. പിന്നെ നമുക്ക് ഇങ്ങനെ തെറിക്കുന്ന ഒരു പരുവം വരും. ആ പരുവം ആകുമ്പോഴാണ് മോര് കുറുകിയെന്നാകത്തുള്ളൂ. മോര് ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. കാളൻ ഏതാണ്ട് കുറുകലായി. മോരിങ്ങോട്ട് മാറ്റുക. വേറൊന്നിനുമല്ല, നമ്മുടെ അരപ്പ് ഒന്ന് കഴുകി ഒഴിക്കാനോ വെള്ളം ഒഴിക്കാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് നമ്മുടെ അരച്ചു വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ പറ്റിയിരിക്കുന്നത് കഴുകി ഒഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ മോരെടുത്ത് മാറ്റി വെച്ചത്. നമുക്ക് ഈ മോര് കഴുകി ഒഴിക്കാം. മോര് പാകമായി. ഇനി നമുക്ക് ഇതൊന്ന് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. കാളൻ നല്ലതായിട്ട് കുറുകി നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അരപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത്. പതിയെ ഇളക്കി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തവിയയിൽ ഇങ്ങനെ ആവി പറക്കുന്നതാണ് കണക്ക്. ശരിക്കും നല്ലൊരു ഭരണിയിലാക്കി വെച്ചിട്ട് സദ്യക്ക് തലേ ദിവസം ഉണ്ടാക്കി വെക്കണം. തലേ ദിവസം നാളെ ഉച്ചയ്ക്കാണ് സദ്യയെങ്കിൽ ഇന്ന് രാവിലെ ഈ കറി റെഡിയാക്കണം. അതാണ് അതിൻ്റെ കണക്ക്. എങ്കിലാണ് നാളെ ഉച്ചയ്ക്ക് കൂട്ടുമ്പോഴത്തേക്കും ഇതിൻ്റെ ശരിയായ ടേസ്റ്റും കുറുകലും ഒക്കെ പാകമായിട്ട് വരുന്നത്.
ഇത് ഇനി ഇരുന്ന് കുറുകും. അപ്പോൾ ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു താളിപ്പുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു. 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പിടി കറി ലീഫ് കൂടെ. തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു ടിപ്സ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ വീണ്ടും ചൂടായി. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ചൂടായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യണം. ശ്രദ്ധിക്കണം, തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉലുവ പൊടിച്ചത് 1 ടീസ്പൂൺ, കടുക് പൊടിച്ചത് 1/2 ടീസ്പൂൺ നമ്മൾ തീ ഓഫ് ചെയ്തേക്കുവാണേ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ടേസ്റ്റ് കൂട്ടുന്ന ഒന്ന്. അപ്പം നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഈ രുചികരമായ കാളൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളെല്ലാവരും എന്നെ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.